ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ദയാസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാസ്തയാണ്. ഈ കപ്പിൽ 3 കപ്പ് പാസ്തയാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗൾ ചിക്കൻ, മൈദ, പാൽ, ബട്ടർ, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, കുരുമുളക്, ഒറിഗാനോ. വെജിറ്റബിൾ ആയിട്ട് എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കനും ക്യാരറ്റുമാണ്. ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് കുരുമുളകും ഉപ്പും ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കാം. അഞ്ച് മിനിറ്റ് റെസ്റ്റിനായിട്ട് വെക്കാം. നമ്മൾ പാസ്ത വേവിക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ, ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയിട്ട് അടച്ചിട്ട് വേവിക്കാം. ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ പാസ്ത ഇപ്പോൾ ഹാഫ് വേവായിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാസ്ത മുഴുവനായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കനും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. മൈദയുടെ ആ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് പാലും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു ക്രീമി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ആവശ്യത്തിന് കുരുമുളകും ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിൽ കൂടെ ഇനി കുറച്ച് ഓറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.